ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ. നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? സുഖം തന്നെയല്ലേ? എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നെന്ന് വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. ഇന്നത്തെ വീഡിയോയില് ഇപ്പൊ വൈകുന്നേരം എത്തി. ഇനി ചായ വെക്കട്ടെ. ചായ വെക്കുമ്പോഴേക്ക് രാവിലെ തന്നെ എല്ലാം വലിച്ചു പെറുക്കിയിട്ടിട്ടാ പോയിട്ടുള്ളത്. അപ്പൊ അതെല്ലാം ഒന്ന് ഒതുക്കി വെക്കട്ടെ. ഓരോ സ്ഥാനത്ത് രാവിലെ വെളുത്തുള്ളിയും ഇഞ്ചി പേസ്റ്റ് ഫ്രിഡ്ജിൽ നിന്ന് അത് എടുത്ത് വെക്കാൻ മറന്നുപോയി. ഫ്രിഡ്ജിലേക്ക് തന്നെ തിരിച്ചു വെക്കാൻ മറന്നുപോയി. അതൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ. അതുപോലെ അച്ചാറ് ഓരോന്നിന്റെ സ്ഥാനത്തൊക്കെ വെച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ട്. അപ്പൊ ഇതാണ് വൈകുന്നേരത്തെ വിശേഷങ്ങൾ. അങ്ങനെ ഇവിടേക്ക് ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് ഒന്ന് ചായ വെക്കണം. ചായ കുടിക്കണം തോന്നുന്നുണ്ട്. അപ്പൊ ചായക്കൊന്ന് കുടിക്കട്ടെ. പിന്നെ രാവിലെ ഉണ്ണിക്കുട്ടന് വയറിന് തീരെ സുഖമില്ല എന്ന് പറഞ്ഞപ്പോ കൂവ വരകിയിട്ടുണ്ടായിരുന്നു. കൂവ കുറച്ചിങ്ങനെ വെള്ളം പോലെ ആക്കിയിട്ട് കുറുക്കിയിട്ട് അവന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് അങ്ങനെ വെച്ചിട്ടുണ്ട്. കുടിക്കൽ കഴിഞ്ഞിട്ടേ അത് മുഴുവൻ കുടിച്ചിട്ടില്ല. അപ്പൊ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പൊ രാവിലെ ആ ഒരു തിരക്കും ബഹളും കഴിഞ്ഞ് നമ്മുടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ട് കഴിഞ്ഞപ്പോ പിന്നെ ഒന്നിനും സമയം കിട്ടിയില്ല. അങ്ങനെ ഇട്ടിട്ട് പോയതാ. അപ്പൊ വന്നപ്പോ ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കട്ടെ. എന്നിട്ട് കുറച്ച് ചായ കുടിക്കണം എന്ന് വിചാരിക്കുന്നത്. എന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ? സുഖം തന്നെയല്ലേ? എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പ്രത്യേകിച്ചൊരു കാര്യങ്ങളൊന്നുമില്ല. മെയിനായിട്ടുള്ളൊരു വലിയൊരു വീഡിയോ എന്ന് പറയാൻ മാത്രമൊന്നുമില്ല കേട്ടോ. അപ്പൊ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ കിച്ചണിൽ വന്ന് ചെയ്യുന്ന കാര്യങ്ങളൊന്ന് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമാണ്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യും. പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യാൻ മറക്കരുത്. ഇപ്പൊ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തോളൂ. പിന്നെ മറക്കില്ല. അപ്പൊ അതാണ് ഇന്നത്തെ കാര്യങ്ങളെ. അതാണ് കൂവ വരകിയതാണ് ഇപ്പൊ എടുത്തുകൊണ്ട് പോയത്. ഇനി അതൊന്ന് കളഞ്ഞ് ക്ലീൻ ചെയ്യട്ടെ. നമുക്ക് വയറിന് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിലൊക്കെ നമ്മള് കൂവയുടെ പൊടി സ്റ്റോക്ക് ചെയ്ത് വെക്കുക. വീടായിട്ടുണ്ടെങ്കിൽ തന്നെ എപ്പോഴും നമ്മുടെ കയ്യിൽ കൂവപ്പൊടി ഉണ്ടെങ്കിൽ എല്ലാറ്റിനും നല്ലതാട്ടോ. നമ്മൾക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഒക്കെ വരികയാണെങ്കിലൊക്കെ കൂവ ഒരു മരുന്നാണല്ലോ, ഒരു ഔഷധം കൂടിയാണ്. അതൊന്നും ഇങ്ങനെ വെള്ളം പോലെ ആക്കിയിട്ട് തിളപ്പിക്കുക. അതിനുള്ളിൽ ഉപ്പോ അല്ലെങ്കിൽ ഏതാണോ ഫ്ലേവർ നമുക്ക് ഇഷ്ടമുള്ളത് പഞ്ചസാര എങ്കിലൊക്കെ കുറച്ചിടുക. എന്നിട്ട് വെള്ളം പോലെ നമ്മൾ ദാഹിച്ച വെള്ളം കുടിക്കുന്നതിന് പകരം ഇതിങ്ങനെ കുടിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. എന്നിട്ടും ഭേദമായിട്ടില്ലെങ്കിലൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ പോവും. അതാണ് ഒരു വിധമുള്ള കാര്യങ്ങളൊക്കെ അത് മാറും. അത്രയും നല്ലൊരു മരുന്നാണ് കേട്ടോ കൂവപ്പൊടി. അപ്പൊ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പൊ ഇന്നിപ്പോ ഉണ്ണിക്കുട്ടന് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നിയപ്പോ ഞാൻ അങ്ങനെ ഉണ്ടാക്കി വെച്ചു കൊടുത്തത്. അവൻ കുടിച്ചു. ബാക്കിയുള്ളത് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. ജോലി കഴിഞ്ഞ് വന്നാൽ നമുക്കുണ്ടല്ലോ ഒരു നല്ലൊരു പാൽച്ചായ കിട്ടിയ സുഖമാണ്. നല്ലൊരു സമാധാനമാണ്, ഒരു ഉഷാറ് കിട്ടും. അപ്പൊ എന്തായാലും ഇപ്പൊ എന്തുണ്ടാക്കണമെങ്കിലും ഞാൻ തന്നെ ഉണ്ടാക്കണം. അപ്പൊ ഇവിടേക്ക് ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് ചായ വെക്കട്ടെ കേട്ടാ. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ ഉള്ളൂ. നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ എന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, ബൈ.